ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് ആണ്. അവരിപ്പോൾ നിങ്ങളോട് നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ ഇതിൽ വരുന്ന എനർജി നിങ്ങളുടെ പേഴ്സൻ്റേതാണെങ്കിൽ നിങ്ങൾ ഇത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുന്ന ചില വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, അവർക്ക് അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണ് അത്രയും ദുരിതം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് കൊണ്ട് അവർക്ക് ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ചിലവർ അതിൽ മരിക്കാനായിട്ട് ശ്രമിച്ചവർ വരെ ഉണ്ട്. സൂയിസൈഡൽ ടെൻഡൻസി മാത്രമല്ല, അതിനു വേണ്ടി ശ്രമിച്ച് ആ ലൈഫിൽ നിന്ന് പിന്നീട് തിരിച്ചു വന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറയുന്നവരോട് ഞാൻ അതിനുള്ളൊരു മറുപടി അവരോട് നേരിട്ട് തന്നെ പറയാറുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിലും ഇപ്പോൾ ഞാൻ ഈ അടുത്തായിട്ടൊക്കെ പലവരുടെയും കാണുന്നുണ്ട്. മരിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്നുള്ള കമൻസ് കാണുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസത്തെ കമൻറ്റിൽ ഇനി ഞാൻ വീഡിയോസ് ഒന്നും കാണാൻ ജീവനോടെ ഉണ്ടാവില്ല, ഇത് ഞാൻ ലാസ്റ്റായിട്ട് കാണുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില കമൻസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മളുടെ എല്ലാവരുടെയും പ്രോബ്ലംസ് വ്യത്യസ്തമാണ്. പക്ഷേ പറഞ്ഞു പിടിച്ചു വരുമ്പോൾ റിലേഷൻഷിപ്പിൽ ആണ് അതാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ തീർച്ചയായിട്ടും എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒരു വിരഹവേദന നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ചിലവരത് വളരെ ധീരമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകും. കാരണം എത്രയൊക്കെ തകർന്നിരുന്നു കഴിഞ്ഞാലും മുന്നിലേക്ക് പോകാനുള്ള ഒരു വിൽ പവർ ചിലവരുടെ മനസ്സിനുണ്ട്. പക്ഷെ ചിലവർക്ക് അതില്ല, അവർ പെട്ടെന്ന് തന്നെ ഡെസ്പായി പോകുന്നു, അല്ലെങ്കിൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു കരയ്ക്ക് പിടിച്ചിട്ട് മീനിന്റെ അവസ്ഥയിൽ പെട്ടാണ് കുറേ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാളും ഭേദം മരിച്ചാൽ മതി എന്ന് തോന്നുന്ന വ്യക്തികളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതലും ഏത് ഏജിലുള്ള വ്യക്തികളായിക്കോട്ടെ, ക്യാൻസറൊക്കെ പോലെയുള്ള മഹാമാരി എന്ന് തന്നെ പറയാം, അത്രയും ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ ഫേസ് ചെയ്ത് ധീരമായിട്ട് തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അതിൻ്റെ ഫിസിക്കൽ പെയിനും മെൻ്റൽ പെയിനും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളുള്ള നാടാണ് നമ്മളുടേത്. അപ്പോൾ ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിലല്ല, നമ്മളുടെ ഒരു ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും ധീരമായിട്ട് ആൾക്കാർ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരുമിച്ച് വരുന്നൊരു സാധനമല്ലല്ലോ. നമ്മളുടെ ലൈഫിൽ നമ്മൾ പിന്നീട് കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി നമ്മളെ ചിലപ്പോൾ വളരെ ക്രൂരമായിട്ട് യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോൾ അവർ പോയതോടുകൂടി നമ്മളുടെ ജീവന് തന്നെ യാതൊരു വിലയില്ല. അതായത് മറ്റെവിടെയോ നിൽക്കുന്ന ഒരാൾ ഇടുന്ന മാർക്കിനാണ് നിങ്ങളുടെ ലൈഫ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്ത് വിലയാണ് നിങ്ങളുടെ ജീവിതത്തിനുള്ളത്? അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അത്രയും വിലയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്രയും സീറോ ആയിട്ട് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് വിലയാണ് തരേണ്ടത്? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ ഇത്രയും മോശമായിട്ടുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സ്വയം സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് പോലും അത് ആശ്വസിപ്പിക്കാനൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക, കൗൺസിലിംഗ് എടുക്കുക, അതുപോലെ മെഡിറ്റേഷൻസ് ചെയ്യുക. അതാണ് നമ്മളുടെ ആ മൈൻഡ് മാറി വരാൻ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ശാന്തത കിട്ടാൻ. കാര്യങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, പക്ഷെ ഇപ്പോഴുള്ളൊരു വിഭ്രാന്തിയിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൗൺസിലിംഗ് വേണ്ടവർ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടത് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ റിലേഷൻഷിപ്പാണ്, അതിൽ പല കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രതീക്ഷിച്ചു പോയത് നമ്മുടെ തെറ്റ്. നമ്മളവരെ കുറിച്ച് അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു, അതല്ലേ? നമ്മളുടെ പ്രതീക്ഷ കൂടിപ്പോയതുകൊണ്ടല്ലേ അവർ നമ്മളെ ചതിച്ചിട്ട് പോയത്. അപ്പോൾ അത് മനസ്സിലാക്കുക, ധീരമായിട്ട് നേരിടുക. ആർക്ക് നിങ്ങളെ വേണ്ടെങ്കിലും എനിക്ക് എന്നെ വേണം, ഞാൻ തന്നെയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് സെൽഫ് ലവ് വേണം എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് പോവുക. കുറേ ആൾക്കാർ അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഏത് സാഹചര്യത്തിൽ നിന്നും അവർ അതിൽ നിന്ന് എണീറ്റ് പോകും. പക്ഷെ ചിലവർക്ക് സാധിക്കുന്നില്ല, അവരുടെ മൈൻഡ് ചിലപ്പോൾ മനസ്സിന് അത്ര കട്ടി കുറവായതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സൂയിസൈഡൽ ടെൻഡൻസി, ഇങ്ങനെയുള്ള വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകാതെ
ഒരു കൗൺസിലിങ്ങോ അങ്ങനെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് എവിടെയാണോ ആ ഒരു രീതി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാനിതിവിടെ കമൻസിലും കൂടി കാണാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പേഴ്സണൽ റീഡിങ്ങിന് നേരത്തെ തൊട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കമൻസിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിവിടെ നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി വരുന്നതിനായിട്ട് ഞാനിവിടെ ഷഫിൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ നല്ലൊരു ഇമേജ്, നിങ്ങളുമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ എനർജി തന്നെ ഇവിടെ കിട്ടണമെന്ന് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, the high priestess, 3 of wands, ace of cups, six of pentacles, ace of wands, the emperor. ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി എടുക്കാം. Okay, 10 of Pentacles, Knight of Wands, 8 of Swords, Justice, the Hierophant, King of Wands, and the last one, death and rebirth. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ്, ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു കറണ്ട് ഹിഡൻ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെങ്കിലും വളരെ നന്നായിട്ടുള്ള, എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സട്ടിലായിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഇവിടെ ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, റീഡിങ് വരുമ്പോഴത്തേക്കും മൊത്തം കാണാൻ ക്ഷമയില്ല, ആദ്യമേ തന്നെ എന്താണ് ഈ വ്യക്തിനെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി കൂടി പോയിട്ട് ലാസ്റ്റ് പാട്ട് കാണും, എന്നിട്ടൊരു സമാധാനം കിട്ടിയിട്ടേ ഫസ്റ്റ് തൊട്ട് വീണ്ടും കാണുള്ളൂ എന്ന് എന്നോട് ചിലർ പറയാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, ഈ ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ അത്രയും നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന, നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതോർത്ത് നിങ്ങൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടിയിരിക്കേണ്ട. ഇതിപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓരോ കാർഡ്സും അതിൻ്റെ മീനിങ്സും പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ അതിനു മുൻപായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി എന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവർ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എന്താ പറയുക, ദുഷ്ടന്മാരോ അല്ലെങ്കിൽ ദുഷ്ടത്തികളോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചൂടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തികളാണ്. അതുപോലെ ഇവരുടെ വഴക്കുണ്ടായാലും ഒക്കെ വലിയ ആയുസ് ഉണ്ടാവില്ല, അവരത് പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ആക്കി പോകാൻ ശ്രമിക്കും. അതായത് ഇപ്പോൾ വഴക്കുകളോ നിങ്ങൾ തമ്മിൽ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ പോലും
ഒരു രാത്രിക്ക് അപ്പുറം പോവണ്ടെന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അതേപോലെയുള്ള ഒരു എനർജി ഉള്ള ഒരു പേഴ്സണെയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ വഴക്കൊന്നും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എവിടെ നമ്പർ 1 ആവണം, തനിക്കൊരു പ്രാധാന്യം എവിടെ ചെന്നാലും കിട്ടണം, കുറച്ച് ഈഗോയൊക്കെ ഉണ്ട്, മറ്റുള്ളവരെക്കാളും എന്തുകൊണ്ടും ഞാൻ നല്ലതാണ്, ഞാൻ മികച്ചതാണെന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു കുറച്ച് ഇന്നസെൻസും കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ എന്താ പറയാ, 2 ഡെക്കിൽ നിന്നും കിങ് ഓഫ് വൺസിന്റെ എനർജി തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫേം ആയിട്ട് പറയാം, ഈ ഒരു നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വ്യക്തിയായിരിക്കും. കുറച്ചൊരു എന്താ പറയുക, നല്ല ഫയറി ആയിട്ടുള്ള ഒരു എനർജി. അതായത് അതുപോലെ തന്നെ നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നതും വാൺസിന്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് പോലെയുള്ള വാൺസ് എനർജി, ഫയറി എനർജീസ് വളരെ കൂടുതലാണ് അവിടെ. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ഒരു കാറ്റഗറി മാത്രമാണ് ഇവിടെ ഉള്ളതെന്നല്ല, ഞാൻ അവരുടെ ഒരു എനർജിയാണ് പറഞ്ഞത്. അവർ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്, ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ളതെന്ന് നമ്മൾ പറയില്ല, അതുപോലെയുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ നമുക്കറിയാം, വളരെയധികം ഇന്നസെൻസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ എനിക്കിത് വേണം എന്ന് വിചാരിച്ച് സ്നേഹത്തോടു കൂടി ഇതിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു എനർജി, അതാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു പ്രണയം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 പേർക്കും കുറേ മനോഹരമായിട്ടുള്ള കുറേ മൂമെന്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും അവരെ തന്നെ ആയിരിക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് ഫുള്ളി പോസിറ്റീവ്, നമുക്കിങ്ങനെ ജീവിക്കാനായിട്ട് തന്നെ ഒരു കൊതി തോന്നുന്ന, അല്ലെങ്കിൽ എപ്പോഴും അവരെ പറ്റി ആലോചിക്കാൻ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പീരീഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണോ അതുപോലെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത്രയധികം അവര് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ഇൻഫാക്ച്വേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ്, ഇവരിപ്പോ നിങ്ങൾ ടാരറ്റ് ഒക്കെ കാണുന്നത് പോലെ ഇവർക്ക് ടാരറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സ് അതിനെ കുറിച്ച് ഒന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷേ ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇവർക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നുകയാണ്, നമ്മൾ സോൾമേറ്റ് പോലെ എന്തോ ഒരു പ്രത്യേകതരമായ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഒരു പേഴ്സണെ വിട്ടു പോരാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണെന്ന് ഇവർ മനസ്സിലാക്കുന്നു. അതായത് നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുന്ന എന്തോ ഒരു മാഗ്നറ്റിക് പവർ അത് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തിനെ ഞാൻ ഇത്രയധികം എനിക്ക് മനസ്സിൽ നിന്ന് കളയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും ഇവരുടെ ഓർമ്മകൾ വന്ന് എനിക്ക് ഇങ്ങനെ തോന്നലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മേ ബി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കാർമിക് സൈക്കിൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഇവിടെ ഈ സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കാർമിക് കണക്ഷൻ ആയിരിക്കണം നിങ്ങൾ തമ്മിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഇതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഫോഴ്സ് 2 പേർക്കും ഉണ്ടാവും, ഒരാൾക്ക് വളരെയധികം കൂടുതലായിരിക്കും. പക്ഷെ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവരെ വളരെയധികം അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെ ഇവരെ വളരെയധികം വലിച്ചടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് അവർക്ക് തനിയെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇവരെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പവർ. അപ്പൊ നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ച് ഈ ഒരു രീതിയിൽ എത്തിച്ചത് ഏതൊരു പവർ ആണോ, ഏതൊരു ഡിവൈൻ പവർ ആണോ അത് ചെയ്തത്, അപ്പൊ ആ ഒരു പവർ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും ഈ ഒരു വ്യക്തിയെ ആകർഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സ് മുഴുവൻ ആ ഒരു എന്താ പറയാ, നിങ്ങളെ കുറിച്ചുള്ള അത്ര ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 3 ഓഫ് വൺസ് ആണ്. അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം കാര്യമായിട്ട് ഒരു പ്ലാനിങ്ങിലാണ്. അവരതുപോലെ എങ്ങനെ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യണം, എങ്ങനെ നിങ്ങളിലേക്ക് ഒരു സമീപനം നടത്തണം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു ട്രാവലിംഗ് ആയിട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാവാം, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാനായിട്ട് ദീർഘദൂര യാത്രകൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഓൾറെഡി റീഡിങ് കാണുന്നവരല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ലവ് ഓവർഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്.
അതായത് അത്രയധികം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 5 ഇത് കാണാം. അപ്പൊ ഈ 5 എന്ന് പറയുമ്പോഴത്തേക്കും 5 എലമെന്റ്സ് ആണത്. അപ്പോൾ അത്രയധികം ഹൃദയം നിറഞ്ഞ് തുളുമ്പുക എന്ന് പറയുന്നത് പോലെ അത്രയധികം അവരത് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയതായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു എന്താ പറയുക, ന്യൂ ബിഗിനിങ് ആണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു കാർഡ്, അതായത് 6 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിതച്ചതേ കൊയ്യൂ എന്ന് പറയില്ലേ, വാട്ട് യു സോ വാട്ട് യു റീപ്പ് എന്ന് പറയുന്ന പോലെ എന്താണോ വിതച്ചത് അത് കൊയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഈ ഒരു സിറ്റുവേഷൻ വരുത്തി വെച്ചത് ഞാൻ തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം എന്താ പറയാ, അതിന്റെ ഇരട്ടിയാക്കി നിങ്ങളിലേക്ക് തരണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അത് നിങ്ങളിലേക്ക് തിരിച്ചു തരണം, നിങ്ങളോടൊരു കാണിച്ചത് ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈസ് ഓഫ് വോൺസിന്റെ എനർജിയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ്, ഒരു പുതിയ തുടക്കം തന്നെയാണ്. അപ്പൊ ന്യൂ ബിഗിനിങ്സിന്റെ 3-4 കാർഡുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ന്യൂ ബിഗിനിങ്സ് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സിന് കൊതിക്കുന്ന കാർഡുകളാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു ബിഗിനിങ് അല്ല, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഫിസിക്കലി ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികളാവാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള മൊമെന്റ്സ് ഒക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. ആ ഒരു ഫിസിക്കലിയും നിങ്ങളെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അതേപോലെ ഈ ഒരു ഡെക്കിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എംപററുടെ എനർജിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ വെറും ഒരു കുട്ടിക്കളിയായിട്ടല്ല, അത്രയധികം കാര്യമായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കാർഡ്സിന്റെ ഒരു എനർജി പറയുന്നത്, ഇതിൽ വരുന്നത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുമുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഈ പേഴ്സൺ അത്രയും ഫിയർ എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അവര് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു എംപറർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ലവ് അവരുടെ ഫീലിംഗ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അത്രയധികം പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഷുവർ ആയിട്ടും പറയാൻ കഴിയും. അത്രയധികം ഡിറ്റർമിനേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിലേക്കുണ്ട്. അപ്പൊ അവർ തീർച്ചയായിട്ടും അതിനുള്ള ഒരു മാർഗം എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചിലവർക്കൊക്കെ കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാവാം. ഇനി കോണ്ടാക്ട് കിട്ടാത്തവരാണെങ്കിൽ എത്രയും വേഗം അത് കിട്ടുമെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക. അതുപോലെ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് അവരുടെ ലൈഫിൽ ഈ ഒരു അടുത്തിടയ്ക്കായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സക്സസ് അവർക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ ശ്രമിച്ചിട്ടുണ്ടാവാം, നേടിയെടുത്തിട്ടുണ്ടാവാം. എന്ത് കാര്യമാവാം, അവരുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതാവാം. അപ്പൊ എന്താണെങ്കിലും അവർ ചിന്തിക്കുന്നത് ഈ ഒരു സന്തോഷം നിങ്ങളുടെ ഒപ്പം പങ്കിടണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ടായിരിക്കാം കാണുന്നത്. ഇപ്പൊ ഫാമിലി ഓൾറെഡി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അല്ല, ഇനിയിപ്പോ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളെ ഒരു പാർട്ട്ണർ എല്ലാം കൊണ്ടും അവരുടെ ഫാമിലിയിലുള്ള ഒരാള് അത്രയും ബോണ്ടിങ് ആയിട്ടാണ് അവർ കാണുന്നത്. അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളിപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഹസ് ഓർ വൈഫ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സക്സസ് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ സന്തോഷം എല്ലാം നിങ്ങളുമായിട്ട് പങ്കിടണം, നിങ്ങൾ വേണം. അത് എന്താ പറയാ, അതിന്റെ സന്തോഷം അവർക്ക് പങ്കിടാനായിട്ട് നിങ്ങളും ആവശ്യമുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിലുള്ളത്, നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുട്ടികളിലൂടെയുള്ള ഒരു വഴി നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ തേടുന്നുണ്ട്. അതായത് കുട്ടികൾ മുഖാന്തരം നിങ്ങളിലേക്ക് എത്തണം എന്നവർ കരുതുന്നുണ്ട് എന്ന് വേണം നമ്മളിവിടെ പറയാനായിട്ട്. അപ്പൊ കാര്യം അവർ അത്രയധികം നിങ്ങളുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് വോൺസ്, 8 ഓഫ് സോർട്സ്, ജസ്റ്റിസ് കാർഡ്സ് എല്ലാമാണ്. അപ്പോൾ ഈ പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നതും നമുക്ക് ഓൾറെഡി അറിയാം, ഒരു കർമ്മ കാർഡാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഒരു പെൺകുട്ടിയുടെ ഇമേജ് ഇതിൽ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് പോലെ തന്നെ നമ്മളുടെ കർമ്മ എന്താണോ അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി സ്വയം ചിന്തിക്കുകയാണ്, അവർ റിയലൈസ് ചെയ്യുകയാണ്, ഇപ്പോഴുള്ള എനിക്കുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ഇപ്പോൾ നിങ്ങളിലേക്ക് അവർ എത്തണം എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സക്സസ് നിങ്ങളുടെ ഒപ്പം ചെലവഴിക്കണം,
അതിൻ്റെ ഒരു പങ്കാളിയാവാൻ നിങ്ങൾ ഉണ്ടാവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇതുപോലെ ചിന്തിക്കുകയും ഇതിനു വേണ്ടി ശ്രമിക്കുകയും അല്ലെങ്കിൽ ഇനി നിങ്ങൾ വരുമോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഇതിൻ്റെ ഒന്നും ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം എറിഞ്ഞു കളഞ്ഞതുപോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം ഇങ്ങനെ ആയത്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, ഇത് എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ്, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നു ചേർന്നത്. ഇപ്പം നിങ്ങളുമായിട്ട് അത്രയും ഡീപ്ലി ഇഷ്ടത്തിലായിരുന്ന ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളിലേക്ക് വരാനായിട്ട് പല കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. പല സാഹചര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോയാലാണ് നിങ്ങളിലേക്ക് എത്തുക. ഇനി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ അതിന് വില്ലിങ് ആണോ എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഇതെല്ലാം വരുത്തി വെച്ചത് ഞാൻ തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിന്റെ പ്രത്യേകതയും. കാരണം ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കാർഡ്സിൽ പോലും അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നില്ല, നിങ്ങളെ അവർ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചില നമ്മൾ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ അവർ നിങ്ങളെ കുറ്റം ആരോപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് ഇത് പോയതെന്നൊക്കെ അവർക്ക് തോന്നൽ വരുന്ന കാർഡ്സ് ഒക്കെ നമുക്കിവിടെ വരാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവരെല്ലാ കുറ്റവും ഇവർ സ്വയം ഏറ്റെടുക്കാനായിട്ട് ഇവർക്ക് മനസ്സുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഇങ്ങനെ ആയിട്ടുള്ളത്. പക്ഷെ അവരത് അംഗീകരിക്കുന്നു, അവരുടെ തെറ്റ് അവർ അംഗീകരിക്കുന്നു, അവർക്ക് കുറ്റബോധമുണ്ട് ഈ വ്യക്തികൾക്ക്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇപ്പോഴുള്ള ഈ ഒരു കർമ്മ വരുത്തി വെച്ചത് അവർ തന്നെയാണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവർക്ക് ഇപ്പോൾ നിങ്ങളോട് വളരെയധികം പ്ലാറ്റോണിക് ആയിട്ട്, അതായത് നിങ്ങളോട് ഒരു റെസ്പെക്ട് കലർന്ന എല്ലാം കൊണ്ടും അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ളത്. വീണ്ടും അതേപോലെ തന്നെ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, കിങ് ഓഫ് വാൺസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയുള്ള പേഴ്സണാണ്. അതുപോലെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ഇത് എൻ്റെ ആയിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങുക എന്ന് പറയുന്ന പോലെ വീണ്ടും ഇത് ഫ്രഷ് സ്റ്റാർട്ട് ഇതിന് കിട്ടണം എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാർഡ്. അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന പല, നമുക്ക് ഈസ് ഓഫ് കപ്സ് ആയാലും അതുപോലെ പല ഈസ് ഓഫ് വാൺസ് ആയാലും ഒക്കെ ഫ്രഷ് സ്റ്റാർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് പുതിയൊരു തുടക്കമാണ് വേണ്ടത്. കഴിഞ്ഞത് കഴിഞ്ഞു, അതെല്ലാം എന്താ പറയുക, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്നത് പോലെ അതവിടെ തീർന്നു. പക്ഷെ ഇനി അത് പാടില്ല, എല്ലാം നന്നായിട്ട് തുടങ്ങണം, പഴയതിനേക്കാളും ഗംഭീരമായിട്ട് ഇനി മുന്നോട്ട് പോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ ആ ഡെത്ത് അംഗീകരിച്ചു. അവർക്കിനി വേണ്ടത് ഒരു ഫ്രഷ് ആയിട്ടുള്ള റീബർത്ത് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മാരീഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുട്ടികൾ മുഖാന്തരമെങ്കിലും നിങ്ങളിലേക്ക് അടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരോട് ക്ഷമിക്കാം. കാരണം അത്രയും കാര്യമായിട്ട് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. തെറ്റു പറ്റാത്ത മനുഷ്യരില്ലല്ലോ. അപ്പൊ അതവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് കുറ്റബോധമുണ്ട്. വീണ്ടും പഴയതിലും നന്നായി തുടങ്ങണമെന്ന ആഗ്രഹവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിനെ തീർച്ചയായിട്ടും വിശ്വസിക്കാം എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരു ഇന്നസെൻസ് ആയിട്ടുള്ള ഒരു എനർജിയുള്ള വ്യക്തി, ഒരു എന്താ പറയുക, ഒരു ചിന്താഗതിയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അവരുടെ ആ ഒരു ഹിഡൻ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാൻ പറ്റും, അവര് നിമിഷം പ്രതി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ്, സ്പ്രെഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ എന്നറിയാനായിട്ട് നമുക്ക് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു കൺഫർമേഷൻ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. Okay, the number 24, the month January, Kozhikode, letter U, yes, number 13, April month, November month, Palakkad,
letter N, letter I, number 7, number 4, C, 14, 6, 1, Z, 22, 30, 18 and number 11. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു റെസൊനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതേപോലെ തന്നെ ക്ലൂസ് കണക്റ്റഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലുള്ളൊരു പേഴ്സൺ നമുക്ക് അത്രയും സട്ടിലായിട്ടുള്ള അത്ര നല്ലൊരു ഫീലിംഗ് നിങ്ങളോടുള്ള എത്രയും വേഗം ഒരു റീകൺസിലിയേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. ഈ എനർജി നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളത് പോസിറ്റീവായിട്ട് കമൻറ്റിൽ ക്ലെയിം ചെയ്ത് എഴുതിയിടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവരുമായിട്ടുള്ളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെങ്കിലും അത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.